ഹലോ. അപ്പോൾ ഇന്നൊരു അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഞങ്ങളിവിടെ അമ്പലത്തിൽ തൊപ്പിപ്പാള അമ്പലത്തിലാണ് പോയത്. അവിടുത്തെ ആൽമര കേട്ടോ, കാണാനൊക്കെ നല്ല സെറ്റപ്പ് തോന്നി ഞാൻ വീഡിയോ എടുത്താണ് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കടയിലൊക്കെ കയറി കട്ട്ലൈറ്റും 2 ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. ഓപ്പോസിറ്റ് കാണുന്നതാണ് അമ്പലം. ആ ബൈക്ക് പോയ വഴിയാണ് നമ്മൾ കട്ടപ്പനയ്ക്ക് പോകുന്നത്. ഈ ബേക്കറിയിലാണ് ഞങ്ങൾ കയറിയത്. ദാൻവിത്ത് ബേക്കേഴ്സ് തൊപ്പിപ്പാളയിലുള്ള അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ബേക്കറി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറിയിട്ട് വരാമല്ലോ. അപ്പം അങ്ങനെ പോകുമ്പോഴാണ് അവൻ്റെ പട്ടിക്കുട്ടി, ഞങ്ങളെ പട്ടിക്കുട്ടീനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോൾ കടയിരിക്കുന്നവരൊക്കെ ഞങ്ങൾക്ക് വട്ടാണ് എന്നുള്ള രീതിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. വരുന്ന വഴിയാണ് നല്ലൊരു മാങ്ങ കണ്ടത്. ഇനി മാങ്ങ പറിക്കാമെന്ന് വെച്ച് മാങ്ങ പറിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കിട്ടുന്നുമില്ല. എന്നാൽ പിന്നെ താഴെ പോയി നോക്കാമെന്ന് വെച്ചു. കുറേ നോക്കി കേട്ടോ, പക്ഷെ കിട്ടിയില്ല അവിടെ നിന്ന്. എന്നാൽ പിന്നെ താഴെ പോയിട്ട് അവിടെ നമുക്ക് കൈ എത്തുന്ന പോലെ കിടപ്പുണ്ടായിരുന്നു. സോ അതിൽ നല്ലത് നോക്കിയിട്ട് ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വന്നു ഗീസ്. പക്ഷെ ചെനയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞിട്ടാണ് വന്നത്. ചേട്ടൻ എന്നെ നോക്കിയിട്ട് നിനക്ക് വട്ടാണ് പ്രാന്താണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് മാങ്ങയൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നല്ല വൈബല്ലേ. അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ കഴിച്ച് ഞാനും ചേട്ടായും കുഞ്ഞാവയും കൂടി വർത്താനൊക്കെ പറഞ്ഞ് നടന്നു പോകുമായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടല്ല പോയത്, നേരെ പറമ്പിലോട്ടാണ് പോയത്. കാരണം അവിടെ നമുക്ക് കുറച്ച് ചെമ്പരത്തിയൊക്കെ പറിക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കുഴി എടുത്തിട്ടേക്കുന്നതാണ്. അത് ഏലം വെക്കാൻ വേണ്ടി കുഴി എടുത്തിട്ടേക്കുന്നതാണ് കേട്ടോ, ഈ ഒരു പ്രദേശം മൊത്തം. ഇനി നമുക്ക് ചെമ്പരത്തി എടുക്കാൻ പോകണം. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം ചെമ്പരത്തി പറിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജ്യൂസ് അടിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞങ്ങൾ കണ്ട ചെമ്പരത്തി എല്ലാം പറിച്ച് അങ്ങനെ വരുമ്പോഴാണ് അവസാനമായിട്ട് ഒരു ചെമ്പരത്തി, ആ കാണുന്ന പള്ളി കേട്ടോ, അതാണ് ഇവിടുത്തെ ഒരേ ഒരു പള്ളി. ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റൊക്കെ ആയിട്ടാണ് ആ പള്ളി വരുന്നത്. പിന്നെ അവസാനം കാണുന്ന ചെമ്പരത്തിയും പറിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ വീടെത്താറായി. വീടെത്തിക്കഴിഞ്ഞ് വേണം ഈ ചെമ്പരത്തി വെച്ച്